ദൌർഭാഗ്യകരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബി. വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എം.എ. ബേബി മലപ്പുറത്ത് പറഞ്ഞു. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഏറ്റവും ദൌർഭാഗ്യകരമാണ്. കേരളത്തിന്റെ ജനാധിപത്യ മതേതര അന്തരീക്ഷത്തിന് ഒട്ടും അനുയോജ്യമല്ല. അധ്യാപകന്റെ കൈവെട്ടിമാറ്റിയ സംഭവത്തെ വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ ശക്തമായി അപലപിച്ചു. അധ്യാപകനെ ആക്രമിച്ച സംഭവം കാടത്തമാണെന്നും പ്രതികളെ മുഖം നോക്കാതെ ശിക്ഷിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംഭവത്തെ കെ.സി.ബി.സിയും ജമാഅത്തെ ഇസ്ലാമിയും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും അപലപിച്ചു. അവിടെ കരുതിക്കൂട്ടി വന്ന് ആക്രമണം നടത്തിയതുകൊണ്ട് ഗൂഢാലോചന സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. താലിബാൻ മോഡൽ ആക്രമണത്തിൽ കേരള സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഭീകര സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അക്രമത്തിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കണമെന്നും കെ.എം. മാണി പറഞ്ഞു. കേസ് NIA-ക്ക് വിടണമെന്ന് BJP ആവശ്യപ്പെട്ടു. കേരളത്തെ താലിബാനിസത്തിന്റെ നാടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് കൂട്ടുനിൽക്കരുത് എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. സംഭവം യാദൃശ്ചികമല്ലെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് P. ശ്രീരാമകൃഷ്ണൻ ഡൽഹിയിൽ പറഞ്ഞു. അക്രമത്തിനു പിന്നിലുള്ള സംഘടനകളെ നിരോധിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മനമ ന്യൂസ്.